സെൽഡ് അതർവൈസ്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സാരില്ല, ഇതിപ്പം ഒരു വാഗ്ദാനല്ലേ ഉള്ളൂ, വെറും വാക്കല്ലേ, അത് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ദാസനും വിജയം എന്നൊക്കെ പറഞ്ഞ പോലെ എത്ര നല്ല മനോഹരമായ നടക്കാത്ത സ്വപ്നം അല്ലേ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ എന്റെ പൊന്നു കോൺഗ്രസ്സുകാരായ സുഹൃത്തുക്കളെ, നിങ്ങളെ ചെറിയ കുട്ടികളടക്കം ഗംഭീരമായിട്ട് ഊക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. എത്ര ചെറിയ കുട്ടിയെന്ന് ആലോചിക്കേ. ആ കുട്ടി ഇപ്പോ നിങ്ങളുടെ പ്രഖ്യാപനങ്ങള്, രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളെ ഇനി എങ്ങോട്ട് ഊക്കാനില്ല. ഇപ്പോഴത്തെ കോൺഗ്രസ് ഇതാ ഒരു പുതിയ പ്രഖ്യാപനമായിട്ട് വന്നിരിക്കുന്നു. വയനാട്ടുകാർക്ക് വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിപ്പര പോലും കയറ്റി കൊടുക്കാത്ത അവന്മാരാണ് പുതിയ പ്രഖ്യാപനം നടക്കുന്നത്. ഇപ്പോൾ ഈ പ്രഖ്യാപനമൊക്കെ നടത്താനും വേണ്ടി രാഹുൽ ഗാന്ധി നേരിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ പച്ചയ്ക്കൊന്ന് മനസ്സിലാക്കൂ, കൃത്യമായിട്ട് ചോദിക്കൂ. രാഹുൽ ഗാന്ധി ഒരു രൂപ തന്റെ MP ഫണ്ടിൽ നിന്ന് ഈ ഒരു ദുരന്ത ബാധിതർക്ക് കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ? ഇല്ല കേട്ടോ. വിടയ്ക്കും. രാഹുൽ ഗാന്ധിയുടെ ഒരു പെങ്ങളുണ്ടല്ലോ, എന്നാൽ ആയമ്മ വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇല്ല കേട്ടോ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരിൽ പലരും 5 പൈസ ഈ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സംഭാവനയായിട്ട് കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രഖ്യാപനങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള പ്രഖ്യാപനമാണ് കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ കാണിച്ച പെൺകുട്ടി ഗംഭീരമായിട്ട് ഇവന്മാരൊക്കെ ഊക്കിയത് കണ്ടോ. is a free bus travel for all women in KSRTC buses. Guarantee കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 1,000 rupees a month financial assistance to college going girl students. പടച്ചോനെ, 1000 റുപ്യ മാസാന്തം 1000 രൂപ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേകമായി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, വെറും 300 റുപ്യ ഈ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട പെൻഷൻ തുക വെറും 300 റുപ്യ നേരം പോലെ മാന്യന്മാർക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന ഈ ടീമാണ് മാസം 1000 രൂപ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കാന്ന് പറയുന്നത്. കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ആയതുകൊണ്ട് അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളായതുകൊണ്ട് ഇതൊക്കെ തള്ളിക്കളയും. എന്തായാലും കേട്ടോ, രസമാണ്. Welfare pensions increased to 3,000 rupees a month. സോനെ അടുത്തത് 3,000 600 റുപ്യ ഉണ്ടായിരുന്ന ഒരു ക്ഷേമ പെൻഷൻ ഇവന്മാര് 6, 7, 8 മാസം കൊടുക്കാതെ അവസാനം LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അതെല്ലാം ഒരുമിച്ച് 16,000 20,000 ഒക്കെ ആയിട്ട് ഈ വൃദ്ധരുടെ പാവപ്പെട്ട ആളുകളെയും വൃദ്ധരായിട്ടുള്ള ആളുകൾക്കൊക്കെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തേ. അവരതും പിടിച്ചിട്ട്, അന്ന് 2000 രൂപ നോട്ടായിരുന്നു, ആ 2000 രൂപയുടെ നോട്ടും പിടിച്ചിട്ട് അന്തം വിട്ടിട്ട് കണ്ണും തള്ളി നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. എന്തായാലും കേട്ടോ. 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. The Congress government in Rajasthan came up with a fantastic health insurance scheme. രാജസ്ഥാനിലെ ഗവൺമെന്റ് വളരെ സമഗ്രമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. It was praised all over the world. Okay. മുഴുവനും പ്രശംസിക്കപ്പെട്ടു. We are going to name the new health insurance scheme for Kerala after Oman Chandi ji. ഉമ്മൻചാണ്ടിയുടെ കാലശേഷം കേരളത്തിലെ ആ ഇൻഷുറൻസ് സംഭവത്തിന് അതിന്റെ തകർച്ച സംഭവിച്ചു. അയ്യോ, എന്താണ് അത്? അങ്ങനെ തന്നെ അല്ലല്ലോ ഇവിടെ പറയുന്നത്. എന്താണോ മഹാരാഷ്ട്രയിലൊക്കെ നടത്തിയ ഇൻഷുറൻസ് പോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇവിടെ ഒന്ന് നടത്തുന്നല്ലേ പറഞ്ഞേ. സമതാനിക്ക് ഇങ്ങനെ തെറ്റ് പറ്റാറില്ലല്ലോ. പക്ഷേ സമതാനിക്ക് തെറ്റ് പറ്റിയല്ലോ, അത് വലിയ പ്രശ്നമുള്ളോ. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഇപ്പം പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഉമ്മൻചാണ്ടിയുടെ പേരിടാൻ പോകുന്നു എന്നാണ്. പക്ഷെ ഇത് ട്രാൻസ്ലേറ്റഡ് സെൽഡ് അതർവൈസ്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സാരില്ല, ഇതിപ്പം ഒരു വാഗ്ദാനല്ലേ ഉള്ളൂ, വെറും വാക്കല്ലേ, അത് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ദാസനും വിജയം എന്നൊക്കെ പറഞ്ഞ പോലെ എത്ര നല്ല മനോഹരമായ നടക്കാത്ത സ്വപ്നം അല്ലേ. അടിപൊളി. എന്തായാലും ഈ ചെറിയ പെൺകുട്ടി അടക്കം ഉള്ള പേരെന്താ എനിക്ക് മനസ്സിലായില്ല, അബ്ദുൾ ജബ്ബാർ എന്നൊരു സാധനം എനിക്ക് കിട്ടിയത്. എന്തായാലും പെൺകുട്ടി അടക്കം ഇതിനൊക്കെ ഗംഭീരമായിട്ട് ഊക്കി തുടങ്ങിയിട്ടുണ്ടെന്നതാണ്. എന്തൊക്കെയായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇവന്മാർ നടത്തില്ല എന്ന് മാത്രമല്ല
ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പെൻഷൻ സ്കീം ഉണ്ടെങ്കിൽ അതൊക്കെ മുച്ചൂട് മുടിക്കും. KSRTC ഇപ്പൊ ഓടുന്നുണ്ട്. ഇവന്മാർ കയറി കഴിഞ്ഞ പിന്നെ KSRTC കട്ടപ്പുറത്തായിരിക്കും. ഇത്ര കാലം ഇവന്മാർ വന്ന സമയത്തൊക്കെ KSRTC കട്ടപ്പുറത്തായിരുന്നേ. അതുകൊണ്ട് പറയണം, ഇനിയിപ്പോ അതിനൊരു തെളിവ് വേണമെങ്കിൽ അത്യാവശ്യം സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന നമ്മുടെ KSRTCയുടെ മന്ത്രി ഉണ്ടല്ലോ, മൂപ്പരോടം ചോദിച്ചേക്കാം എന്താണ് അഭിപ്രായം എന്ന്. KSRTC ദൈനംദിനമുള്ള വരുമാന നഷ്ടം കുറയ്ക്കുകയും പിന്നെ KSRTC ദൈനംദിനം ചെലവിനേക്കാൾ കൂടുതൽ വരവ് നേടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് KSRTCക്ക് 10,2,700 അതിൽ കൂടുതൽ കടങ്ങളും പല ബാധ്യതകളും പല സ്ഥലത്തും ഉണ്ട്. അദ്ദേഹം പറയുന്നത് KSRTC എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഭയങ്കര ലാഭത്തിനൊന്നും ആയിട്ടൊന്നുമില്ല, ഇപ്പോഴും കടങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഇങ്ങനെ ഒരുപാട് ലൈബിലിറ്റി ഉണ്ട്, പിന്നെ MICT ലൈബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തീർത്ത് നമ്മളിതിനെ കരകയറ്റി 1-ാം തീയതി ശമ്പളം കൊടുത്തും പിന്നെ ഒരു നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അത് കൊടുക്കാം ഇത് കൊടുക്കാന്ന് പറയാന്നുള്ളത് ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTC പിന്നെ ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. KSRTCയുടെ സ്ഥിതി എനിക്കറിയാവുന്നതൊക്കെ അവർക്ക് അറിയത്തില്ല. വെളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആന്ന് പറയാം, കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പൊ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനത് കണ്ടതാണ്. ഇത് അത്ര പോലും സമയം ഉണ്ടാവില്ല, ഇത് 1 മാസം പോലും പോകില്ല. കാരണം ഇത് പറയുമ്പോ അപ്പൊ ഇതാണ് കൃത്യമായിട്ടും മന്ത്രിയുടെ അഭിപ്രായം. ഈ പറയുന്ന പോലെ 1 മാസം പോലും കൃത്യമായിട്ട് നടത്തിക്കൊണ്ടാൻ പറ്റാത്തൊരു സംഗതിയാണ് ഇത്. ഇപ്പൊ അങ്ങനെ തട്ടിയും മുട്ടി ഇങ്ങനെ പോകുന്നുള്ളൂ. മിക്കവാറും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വേറെ വല്ല വഴി നോക്കേണ്ടി വരും. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ, സൂക്ഷിച്ചൊക്കെ.